മലയാളിയായ അശ്വതി രാജശേഖരൻ 27കാരി പെൺകുട്ടിയായിരുന്നു. ബാംഗ്ലൂരിൽ IT വിഭാഗത്തിൽ ഉപരിപഠനം നടത്തിയ അശ്വതി അവിടെ തന്നെയാണ് ജോലിയും ചെയ്തത്. ഏറെക്കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് തുടർന്ന് സ്വപ്ന ജീവിതത്തിലേക്കുള്ള യാത്രയെന്നോണം അശ്വതി വിദേശത്തേക്ക് ജോലി നോക്കി തുടങ്ങിയത്. ഒടുവിൽ സ്വപ്നം കണ്ടതെല്ലാം സാഫല്യമാകും പോലെ അയർലൻഡിലെ ഒരു നല്ല കമ്പനിയിൽ തന്നെ ജോലിയും ശരിയാവുകയായിരുന്നു അശ്വതിക്ക്. പതുക്കെ ഈ നാട്ടിലേക്ക് ജീവിതം പറിച്ചുനട്ട അശ്വതി ബാച്ചിലർ ലൈഫും കൈനിറയെ ശമ്പളവുമുള്ള ജോലി നന്നായി ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഡബ്ലിനിലെ ചെറിയവുഡിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന അശ്വതിക്ക് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. അയർലൻഡിലെ തന്നെ ലെറ്റർകെന്നിയിലേക്ക് അടുത്ത ദിവസം തന്നെ പോകാനിരിക്കെയാണ് സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അശ്വതിയെ കാണാനില്ല എന്ന വാർത്തയെത്തിയത്. അതാർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്കൊപ്പം ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന അശ്വതിക്ക് പെട്ടെന്നിതെന്ത് സംഭവിച്ചു എന്ന സംശയമായിരുന്നു എല്ലാവരും പരസ്പരം ചോദിച്ചത്. പിന്നാലെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് അവളുടെ മൃതദേഹമായിരുന്നു. അയർലൻഡിലെ ബ്രേ മേഖലയിലെ കടൽത്തീരത്ത് നിന്നാണ് അശ്വതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡബ്ലിൻ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിലെ ഹെയ്സ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലായിരുന്നു IT ഉദ്യോഗസ്ഥയായി അശ്വതി ജോലി ചെയ്തിരുന്നത്. ലുവാസിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷമാണ് അശ്വതിയെ കാണാനില്ല എന്ന് കാട്ടി സുഹൃത്തുക്കൾ പരാതി നൽകിയത്. തുടർന്ന്